ഹായ് ഫ്രണ്ട്സ്, വയനാട്ടിൽ വന്നത് വളരെ സന്തോഷമുള്ള ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. മാളൂട്ടിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ അടുക്കളയിൽ അതിലും വലിയ പണിയിലായിരുന്നു. ഫുള്ള് ബിരിയാണിയും പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി നാളെ ഉംറക്ക് പോവാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് വീട്ടിൽ. നമ്മൾ കുറച്ച് ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അമ്മച്ചി തന്നെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അമ്മച്ചീൻ്റെ ഉപ്പയും ഉമ്മയും അനിയനും ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചീൻ്റെ ഉപ്പാക്ക് കട ഉണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് മിഠായി എടുത്തിട്ട് വരും. ഞങ്ങൾക്ക് എപ്പോഴും വരുമ്പോൾ ഞാൻ കുഞ്ഞതാകുമ്പോൾ അവിടെ പോകുമ്പോഴേ എനിക്ക് തരലുണ്ട്. ഇപ്പൊ കുറേ ആയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടോ. പിന്നെ എനിക്ക് മിഠായി കൊണ്ട് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാളൂട്ടിക്ക് മിഠായി കൊടുത്ത സമയത്ത് നമ്മൾ പണ്ട് മിഠായിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ അപ്പം തന്നെ അത് പറിച്ച് ഒട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എക്സൈറ്റ്മെന്റ് കൊണ്ട്. ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാജറാമ്മ വന്നിട്ട് എല്ലാവർക്കും പായസമൊക്കെ എടുത്ത് കൊടുക്കണ്ടായിരുന്നു. പെണ്ണ് കാണാൻ വന്നതാണെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും എല്ലാവരും കൂടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ട് ഭയങ്കര രസമാണ് സംസാരിച്ചിരിക്കാൻ. ഇതാണ് ഞങ്ങൾ എല്ലാവരെയും കളിയാക്കുന്ന മെയിൻ ആൾ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഓണാവണമെങ്കിൽ ഇവനവിടെ വേണം. പിന്നെ ഞങ്ങൾ മിന്നും പുന്നും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാമനും മാമിയും അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാമിലി മെമ്പേഴ്സ് ഫുൾ ആയിട്ടില്ല കേട്ടോ. ചിലരൊക്കെ ഇനി നാളെ ബത്തിരിക്കും. അവരുടെയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ പണ്ട് വരച്ച ചിത്രങ്ങളൊക്കെ ചുമരിലുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹാരി പോട്ടർ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഉസ്താമാരൊക്കെ വന്ന് മൗലൂദൊക്കെ ചൊല്ലി. മാളൂട്ടിയും കുറച്ചു നേരം ആമീനൊക്കെ പറയും, മൗലൂദൊക്കെ ചൊല്ലും. പിന്നെ കുറച്ചു നേരം അവരോട് കളിക്കാൻ പോകും. സൗണ്ട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഫുഡൊക്കെ കഴിക്കാനായിരുന്നു. കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ളവരൊക്കെ പിന്നെ വേഗം എടുത്ത് വന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് ഒരു ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോരോ കുറേ നേരം കളിയാക്കി. ഉമ്മച്ചിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കണേ തോന്നുന്നു. കണ്ടില്ല, മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ചോദിക്കുമ്പോൾ പറയും ടെൻഷനൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാളൂട്ടിയാണെങ്കിൽ എല്ലാവരും തിരിച്ച് പോകുന്നതിന് മുമ്പ് മാക്സിമം കളിച്ച് തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. പിന്നെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നപ്പോൾ അവളും പോയിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച് ചെയ്യാനൊന്നും പിന്നെ ഞങ്ങൾ കാത്തുന്നില്ല കേട്ടോ. ഞങ്ങൾ റൂമിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നിന്ന്. ചിക്കൻ്റെ ലെഗ് പീസ് ആണെന്ന് പറഞ്ഞ് വെറും ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്ത ദേഷ്യത്തിലാണ് ഇവൻ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർക്ക് രണ്ടുപേർക്കും ടേബിളിൽ സീറ്റും കിട്ടിട്ടോ. ഓരോരുത്തരും ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ ഈ വീഡിയോയിൽ ടൈം ഉണ്ടാവില്ല കേട്ടോ. തൽക്കാലം ഇപ്പം എല്ലാവരും എൻ്റെ ഫാമിലി ആണെന്ന് മനസ്സിലാക്കി. ഞാനും അതിൻ്റെ ഇടയിൽ ബിരിയാണി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇറങ്ങാനായി. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് തന്നെ കുറേ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റിയാൽ എന്തായാലും ഒരുപാട് സന്തോഷം.